ജലപ്രളയത്തിന് ശേഷം നോഹ കൃഷി ചെയ്തു ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അതിൽ നിന്നും അവൻ വീഞ്ഞുണ്ടാക്കി. വീഞ്ഞു കുടിച്ച് മത്തനായി താൻ കിടന്നുറങ്ങുമ്പോൾ തന്റെ വസ്ത്രം മാറിപ്പോയി. അവന്റെ 3 മക്കൾ ഷേം, ഹാം, യാഫേത്ത്. ഹാം അപ്പന്റെ നഗ്നത കണ്ട് തന്റെ സഹോദരന്മാരായ യാഫേത്തിനോടും ഷേമിനോടും പറഞ്ഞു. അവർ വന്ന് വിമുഖരായി ഒരു വസ്ത്രമെടുത്ത് അപ്പന്റെ നഗ്നത മറച്ചു. നോഹ ഉറക്കമുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തതറിഞ്ഞ് കനാൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും, ശപിക്കാനിടവന്നു. ഹാം ചെയ്ത തെറ്റ്, പിതാവിന്റെ നഗ്നത അവൻ ആരും അറിയാതെ അവനത് മറയ്ക്കാമായിരുന്നു. പക്ഷെ അവനത് മറയ്ക്കാതെ അവന്റെ സഹോദരന്മാരോട് അറിയിച്ച് അത് പരസ്യപ്പെടുത്തി തന്റെ പിതാവിനെ അപമാനിച്ചു. പലപ്പോഴും ഒരിടത്ത് തീരേണ്ട വിഷയങ്ങൾ പലയിടങ്ങളിൽ കൈമാറുന്നത് നിമിത്തം വരുന്ന ശാപങ്ങളുണ്ട്. തലമുറകളുടെ മേൽ വരുന്ന ശാപങ്ങളുണ്ട്. ഞാൻ നിങ്ങളത് തിരിച്ചറിയണം. ഖനാന്റെ പിതാവായ ഹാം നിമിത്തം ആ ജനറേഷൻ ശപിക്കപ്പെട്ടു. അവനവിടെ പരിഹരിക്കാമായിരുന്നു. അവൻ പരിഹരിക്കാതെ അവൻ പരസ്യമാക്കിയത് കൊണ്ട് നോഹ അവനെ ശപിച്ചു. വീട്ടിനകത്ത് പരിഹരിക്കേണ്ടതുണ്ട്, ചർച്ചിനകത്ത് പരിഹരിക്കേണ്ടതുണ്ട്, കുടുംബത്തിനകത്ത് പരിഹരിക്കേണ്ടതുണ്ട്. അതവിടെ പരിഹരിക്കേണ്ടതിന് പകരം നാട് മുഴുക്കെ ദേശമറിയത്തക്ക വിധം പരസ്യമാക്കുന്നത് നിമിത്തം ജനം പറയും, നിങ്ങൾ നിമിത്തം എന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടും. സ്തോത്രം. കനാൻ അധമദാസനായിത്തീരും. അവൻ തന്റെ സഹോദരന്മാരെ സേവിക്കേണ്ടി വരും. അപ്പന്റെ നഗ്നത കണ്ടപ്പോൾ ആരും അറിയാതെ മറയ്ക്കേണ്ടതിന് പകരം മറ്റെല്ലാവരെയും അറിയിച്ച് അവനത് വലിയൊരു പരിഹാസ വിഷയമാക്കി. യെസ്, പകൽക്കാലം പല വിഷയങ്ങളും നിന്റെ കൈകൊണ്ടും നിന്റെ വാക്കുകൊണ്ടും പരിഹരിക്കേണ്ടതാണ്. പക്ഷേ അത് പരിഹരിക്കാതെ മറ്റ് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പരസ്യമാക്കിയത് നിമിത്തം നേരിടുന്ന ചില ശാപങ്ങളുണ്ട്. യെസ്, പകൽക്കാലം ഈ രാത്രിയിൽ എന്നെ ശ്രവിക്കുന്നവരോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിന്റെ കൈകൊണ്ട് തീർക്കേണ്ടതും നിന്നാൽ പരിഹരിക്കപ്പെടേണ്ടതും നീ രഹസ്യമായത് പരിഹരിക്കണം. നീ അത് പരസ്യമാക്കരുത്. ആക്കിയാൽ അതിൻ്റെ ദോഷം, അതിൻ്റെ വിപത്ത് വലിയതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.